ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജെനിജി. ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു സംശയമാണ് കോസറ്റീവ് വേർബ്സ്. എന്താണ് ഈ കോസറ്റീവ് വേർബ്സ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ കോസറ്റീവ് വേർബ്സ് പലതും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആദ്യം കോസറ്റീവ് വേർബ്സ് എന്ന് നോക്കാം. കോസ് മീൻസ് കാരണം, CAUSE, കോസ് മീൻസ് കാരണം. അപ്പൊ കാരണമാകുന്നതാണ്. കോസറ്റീവ് മീൻസ് കാരണമാകുന്നതാണ്. അപ്പൊ ഇവിടെ വളരെ സിമ്പിളാണ്. ഒരാള് ഒരു പ്രവൃത്തി മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ചെയ്യാൻ ഒരാളുണ്ട്, ചെയ്യിപ്പിക്കാൻ ഒരാളുണ്ട്. നമ്മൾ ചെയ്യുക, ചെയ്യിപ്പിക്കുക എന്ന് പറയാം. പറയുക, പറയിപ്പിക്കുക. കുടിക്കുക, കുടിപ്പിക്കുക. അപ്പം ചെയ്യുന്ന ഒരാളും ചെയ്യിപ്പിക്കുന്ന ഒരാളും ഉണ്ടാവും. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിനാണ് കോസറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. There are several causative verbs in English. ഒരുപാട് എണ്ണമുണ്ട്. ബട്ട് മെയിൻലി 5. പ്രധാനമായിട്ടും 5 എണ്ണമാണ്. They are make, get, have, let and help. ഇനിയുണ്ട് ഇപ്പം പെർസ്വേഡ്. ഈ കോസ് തന്നെ ഒരു കോസറ്റീവ് വെർബായിട്ട് ഉപയോഗിക്കും. പെർസ്വേഡ് ഉപയോഗിക്കും. ഇതൊക്കെ ഉപയോഗിക്കുമെങ്കിലും നമുക്ക് ഈ 5 എണ്ണമാണ് നിത്യസംഭാഷണത്തിൽ വരുന്നത്. അപ്പം അതിൽ ലെറ്റ് നമ്മൾ വിശദീകരിച്ച് 3 ഭാഗങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിനു മുമ്പ്. എൻ്റെ പഴയ ലെസൺസ് എടുത്ത് നോക്കിയാൽ വളരെ വിശദീകരിച്ച് ലെറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി ലെറ്റ് ഇവിടെ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മെയ്ക്ക് എന്ന കോസറ്റീവ് വേർബിനാണ്. അപ്പം മെയ്ക്ക് മീൻസ് ഫോഴ്സ് ടു ഡു ഓർ കോസ് ടു ഡു. ചെയ്യാൻ ഇഷ്ടമില്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ ചെയ്യാൻ കാരണമായി. 2-3 എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. നമ്മൾ സാധാരണ മെയ്ക്കിന്റെ അർത്ഥം പഠിച്ചിരിക്കുന്നത് മെയ്ക്ക് മീൻസ് നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ മേക്ക് ടീ. ഞാൻ ചായ ഉണ്ടാക്കാറുണ്ട്. ദേ മേക്ക് ബിൽഡിങ്സ്. അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ അർത്ഥത്തിലാണ് മെയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഫോഴ്സ് ടു ഡു, ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. അപ്പോൾ ആരാണോ നിർബന്ധിക്കുന്ന ആ സബ്ജക്റ്റ് ആദ്യം വരണം. പയ്യാവാം, ബിയാവും, ദേ ആരെങ്കിലും. അത് കഴിഞ്ഞിട്ട് മെയ്ക്കിന്റെ ഡിഫറെന്റ് ഫോം. അപ്പൊ അത് നിങ്ങൾക്കറിയാം. പ്രസന്റ് സിമ്പിൾ ആകുമ്പോൾ മേക്സ് വരും. സിംഗുലറും പ്ലൂറലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയ്ഡ് വരും. ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ മേക്ക്, അല്ലെങ്കിൽ 13 മോഡൽ ഓക്സിലറി വെർബ് ഷുഡ് മേക്ക്, ക്യാൻ മേക്ക്, ഇതൊക്കെ വരും. അപ്പം ആദ്യം ആരാണോ ചെയ്യിപ്പിക്കുന്ന അയാൾ, ആ സബ്ജക്റ്റ് വരുന്നു. പിന്നെ കോസറ്റീവ് വെർബ് വരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ കൊണ്ടാണോ അത് ചെയ്യിപ്പിക്കുന്നത് അത് വരുന്നു. എന്നിട്ട് അതിനെ ഓബ്ജക്റ്റ് എന്ന് വിളിക്കാം. എന്താണോ അയാളെ ചെയ്യിപ്പിക്കുന്ന ആ വേർബ്, അത് V1 ആണ് അവിടെ ഉപയോഗിക്കുക. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ നേരത്തെ V1, V2, V3 ഇങ്ങനെ പോയിരുന്നു. അതിൽ ആ V1 തന്നെ ബേസ് ഫോം എന്നും പറയും, അതിനെ ഇൻഫിനിറ്റീവ് എന്നും പറയും. അതിൽ തന്നെ TO2 ചേർത്ത് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് എന്നും, ടു ചേർന്നില്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്നും പറയും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ, കം, റീഡ് എന്നുള്ള V1 ആണ്. അതിൻ്റെ കൂടെ ടു ചേർത്ത് കഴിഞ്ഞാൽ ടു കം, ടു ഗോ, ടു സീ എന്നൊക്കെ പറയുമ്പോഴേക്ക് അത് ടു ഇൻഫിനിറ്റീവ് ആയി. അപ്പം മെയ്ക്ക് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ്, ടു ചേരാത്ത ഇൻഫിനിറ്റീവ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. മൈ മദർ അമ്മയാണ് ഇതിന് കാരണമാവുന്നത്. മൈ മദർ മേക്സ് മീ ഡ്രിങ്ക് മിൽക്ക്. മൈ മദർ മേക്സ് മീ ഡ്രിങ്ക് മിൽക്ക്. എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കാറുണ്ട്. എനിക്ക് പാല് പൊതുവെ ഇഷ്ടമല്ല. പക്ഷെ അമ്മ പറയുന്നു പാല് കുടിച്ചാലേ കുഞ്ഞുങ്ങൾ വളരുകയുള്ളൂ, അവർക്ക് ശക്തി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പാല് കുടിപ്പിക്കും. സോ മൈ മദർ മേക്സ് മീ ഡ്രിങ്ക് മിൽക്ക്. അമ്മ എന്നെ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കാറുണ്ട്. മൈ പേരൻസ് മേക്ക് മീ. ഇവിടെ മദർ വന്നപ്പം മേക്സ് വരാൻ കാരണം സിംഗുലർ ആണ്. പാരൻസ് വന്നപ്പം പ്ലൂറൽ ആയതുകൊണ്ട് മേക്ക്. മൈ പാരൻസ് മേക്ക് മീ ഡു ഓൾ ദ ഹോംവർക്ക് ബിഫോർ ഡിന്നർ. രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഹോംവർക്കുകളെല്ലാം ചെയ്ത് തീർക്കണം. നിർബന്ധിച്ച്. ഞാൻ നാളെ രാവിലെ ചെയ്യാന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അപ്പം നിർബന്ധിച്ച് തന്നെ രാത്രി ഭക്ഷണം കഴിക്കണോ, ഇത് ചെയ്യണം. അപ്പം നിർബന്ധിച്ച് ചെയ്യിക്കാറുണ്ട്. മൈ പാരൻസ് മേക്ക് മീ ഡു ഓൾ ദ ഹോംവർക്ക് ബിഫോർ ദ ഡിന്നർ. ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് മെയ്ഡ് വെച്ചിട്ട് പറയാം നമുക്ക്. മൈ ഫാദർ മെയ്ഡ് മീ വാഷ് മൈ ക്ലോത്ത്സ്. മൈ ഫാദർ മെയ്ഡ് മീ വാഷ് മൈ ക്ലോത്ത്സ്. എൻ്റെ തുണികൾ മുഴുവൻ അച്ഛൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് തന്നെ അലക്കിപ്പിച്ചു. നീ ഇത് പഠിക്കണം എന്നുള്ളത് അതും നമുക്ക് ഉപയോഗിക്കാം. they will make me sweep the floor. എന്നെ കൊണ്ട് ഫ്ലോർ, അതായത് അതൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കും. അപ്പം അതും എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. Then you see മോഡൽ ഓക്സിലറി ചേർത്ത് പറയാം. പാരൻസ് should make their children do all the housework. വീട്ടുജോലികളൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ്. Parents should make the children
ഡു ദ ഹൗസ് വർക്ക്. വീട്ടുജോലികൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പല പേരൻസും പറയും, അയ്യോ എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ വീട്ടിലെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല. അത് അവരുടെ ഒരു തെറ്റായ ധാരണയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ അവരെ പ്രാപ്തിയായി കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് അവിടെ അടിച്ചു വാരാനും, അതാണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ചെയ്ത് പഠിക്കേണ്ട. അത്യാവശ്യം അലക്കാൻ പഠിക്കണം, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പഠിക്കുക മാത്രമാണ് കുഞ്ഞുങ്ങളുടെ ജോലി. പഠിക്കുന്ന ഒരു വസ്തു കൂടെ നടക്കട്ടെ, പക്ഷെ അവർക്ക് ജീവിതമായിട്ടൊരു ബന്ധം വേണം. അവർക്ക് എന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ ഒരു ട്രെയിനിങ് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കുക, അത്യാവശ്യമുള്ള ഭക്ഷണമാണ്. അതുപോലെ തന്നെ അടിച്ചു വാരുക, വസ്ത്രം അലക്കുക, പാത്രം കഴുകുക. പലർക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകുക എന്തോ അമ്മയുടെ ഡ്യൂട്ടിയാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അത് ആർക്കും ചെയ്യാം, എല്ലാവർക്കും, മക്കൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഷുഡ് ചേർത്ത് ഇപ്പം കണ്ടില്ലേ, മോഡൽ ഓക്സിലറി വെർബ്, ഇതെല്ലാം ചേർത്ത് പറയാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോഴ് ഒരു മേക്ക് ചേർത്ത് പറയാൻ നിങ്ങൾ പഠിക്കും. അതുപോലെ ഒരു എക്സാമ്പിൾ കൂടി നോക്ക്. ദ പോലീസ് ഓഫീസർ മെയ്ഡ് ദ തീഫ് ടെൽ ദ ട്രൂത്ത്. പോലീസുകാരൻ കള്ളനെ കൊണ്ട് സത്യം പറയിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇത് സത്യം പറയിപ്പിച്ചു, അതായത് അവൻ സത്യം പറയില്ല, അപ്പോൾ അവനെ കൊണ്ട് പല രീതിയിലുള്ള ഇത് ഉപയോഗിച്ച് അവനെ കൊണ്ട് പറയിപ്പിച്ചു എന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഈ ഒരു ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴും വേണ്ടി വരുന്നു. ഇഫ് യു ഡോണ്ട് ടെൽ ദ ട്രൂത്ത്, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഐ വിൽ മേക്ക് യു ടെൽ ദ ട്രൂത്ത്. കണ്ടില്ലേ, ഐ വിൽ മേക്ക് യു, പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ്. ഇഫ് യു ഡോണ്ട് സൈൻ, നീ ഒപ്പുവെച്ചില്ലെങ്കിൽ ഐ വിൽ മേക്ക് യു സൈൻ, നിന്നെ കൊണ്ട് ഞാൻ ആ ഡോക്യുമെന്റിൽ ഒപ്പുവെപ്പിക്കും. ഇഫ് യു ഡോണ്ട് സിംഗ് ഐ വിൽ മേക്ക് യു സിംഗ്, നീ പാട്ട് പാടിയില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പാടിപ്പിക്കും. ഇഫ് യു ഡോണ്ട് ഡാൻസ്, നീ നൃത്തം ചെയ്തില്ലെങ്കിൽ ഐ വിൽ മേക്ക് യു ഡാൻസ്, നിന്നെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിക്കും. ഈ പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. Then you see the വാച്ച്മാൻ മെയ്ഡ് ദ ചിൽഡ്രൻ റൺ. അപ്പോൾ കുട്ടികൾ, അവിടെ വാച്ച്മാൻ ഉണ്ട്, ആ വാച്ച്മാനെ കണ്ണ് വെട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ച് എന്തോ മാങ്ങയോ എന്തോ പറിക്കാൻ കയറുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, വാച്ച്മാൻ ആ കുട്ടികളെ ഓടിപ്പിച്ചു, അവിടുന്ന് ഓടിപ്പിച്ചു എന്നാ പറയാ. ദ വാച്ച്മാൻ മെയ്ഡ് ദ ചിൽഡ്രൻ റൺ. ഇനി നമുക്കിത് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാം. ഹൂ മെയ്ഡ് യു സൈൻ? ഹൂ മെയ്ഡ് യു സൈൻ മീൻസ് ആരാണ് നിന്നെ ഇതിൽ ഒപ്പുവെപ്പിച്ചത്? ഹൂ മെയ്ഡ് യു ഡു ദിസ്? ഇത് ആരാ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? വാട്ട് മെയ്ഡ് യു തിങ്ക് സോ? ഇത് ചെയ്യാൻ നിനക്ക് കാരണം, അതായത് എന്താണ് നിന്നെ ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? വാട്ട് മെയ്ഡ് യു? അപ്പം ഇങ്ങനെ ചോദ്യത്തിലും ഇത് ഉപയോഗിക്കാം. പീപ്പിൾ മെയ്ഡ് ദ കറപ്റ്റ് മിനിസ്റ്റർ റിസൈൻ. കറപ്റ്റ് മിനിസ്റ്റർ, അതായത് അഴിമതിക്കാരനായ മന്ത്രിയെ നാട്ടുകാരെല്ലാം കൂടി, ജനങ്ങളെല്ലാം കൂടി ചേർന്ന് നിർബന്ധിച്ച് രാജിവെപ്പിച്ചു. മന്ത്രിക്ക് രാജിവെക്കാൻ ഇഷ്ടമല്ല, പക്ഷെ അവർ രാജിവെപ്പിച്ചു. അതാണ് മെയ്ഡ് ദ മിനിസ്റ്റർ റിസൈൻ. പക്ഷേ ഇത് പലപ്പോഴും പാസീവ് വോയിസിൽ ഉപയോഗിക്കും. അത് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം. ദ മിനിസ്റ്റർ വാസ് മെയ്ഡ് ടു റിസൈൻ എന്നാണ് അതിൻ്റെ പാസീവ് ഫോം. അതാണ് കൂടുതൽ പത്രങ്ങളിലും ഇതിലൊക്കെ കാണുക. മന്ത്രിയെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചു എന്നൊക്കെയാണ്. ഇനി ഇത് ഒരു ഇതിൽ ഉപയോഗിക്കും, അതായത് ഇംപറേറ്റീവ്. ഫോർ എക്സാമ്പിൾ, മേക്ക് ദം സൈൻ ഓൺ ദ ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിൽ അവരെ കൊണ്ട് ഒപ്പുവെപ്പിക്കണം. അത് നിർബന്ധിച്ച്, അവർ ഒപ്പുവെക്കില്ല, പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒപ്പുവെപ്പിക്കണം. മേക്ക് ദം റൺ, അവരെ ഇവിടുന്ന് ഓടിപ്പിക്കണം. മേക്ക് ദം ഡു ഇറ്റ്, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫോഴ്സ് ടു ഡു, ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യിപ്പിക്കുകയാണ്. ഇനി കോസ് ടു ഡു എന്ന അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുക, അതായത് ചെയ്യാൻ കാരണമായി തീരുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, സി ഹി ഈസ് വെരി ഫണ്ണി, ഹി മെയ്ഡ് us laugh. ഭയങ്കര തമാശക്കാരനാണ്, ഫനി, തമാശക്കാരനാണ്. ഹി മെയ്ഡ് us laugh, ഞങ്ങളെ ചിരിപ്പിച്ചു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ചിരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് ചിരിച്ചല്ല, ഇവന്റെ തമാശ കേട്ട് ചിരിച്ചതാണ്. അപ്പം തമാശ കേട്ട് ഞങ്ങൾ ചിരിക്കാൻ കാരണമായത് അവനാണ്. ഹി മെയ്ഡ് us laugh, അവൻ ഞങ്ങളെ ചിരിപ്പിച്ചു. വേറെ എക്സാമ്പിൾ നോക്ക്. ഹി ഈസ് വെരി ക്രൂവൽ, വേറൊരാളെ കുറിച്ച് പറയാണ്. ഹി ഈസ് വെരി ക്രൂവൽ, അവൻ ക്രൂരനാണ്. ഹി മെയ്ഡ് us cry, അവൻ്റെ വാക്ക് കേട്ട് ഞങ്ങളെ കരയിപ്പിച്ചു. ഹി മെയ്ഡ് us cry. ഇനി നമ്മൾ ചില സമയത്ത് പറയും, ഡോണ്ട് മേക്ക് ദം ലാഫ്, അവരിങ്ങനെ ചിരിപ്പിക്കരുത്. ചിലപ്പം കുട്ടികളെ നമ്മൾ പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ പടപടാന്ന് ചിരിക്കും. അപ്പം നമ്മൾ പറയും, അയ്യോ അങ്ങനെ ചിരിപ്പിക്കല്ലേ, ഭയങ്കരമായിട്ട് കുട്ടിക്ക് ചിലപ്പോൾ ശ്വാസമൊക്കെ നിന്ന് പോകും. അങ്ങനെ പറയുന്ന ഡോണ്ട് മേക്ക് ദം ലാഫ്. ഡോണ്ട് മേക്ക് ദം ക്രൈ, അയ്യോ കുട്ടികളെ കരയിപ്പിക്കല്ലേ, വെറുതെ കരയിപ്പിക്കല്ലേ എന്നർത്ഥം ഡോണ്ട് മേക്ക് ദം ക്രൈ എന്ന് ഉപയോഗിക്കും. ഇനി ഇത് ആൾക്കാർ തന്നെ ആയിരിക്കണമെന്നില്ല. ഹർ ജോക്സ് മെയ്ഡ് us laugh, അവളുടെ തമാശ കേട്ടിട്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത്. അവളുടെ തമാശ അത് ഞങ്ങളെ ചിരിപ്പിച്ചു. ആൻഡ് ഹെർ സ്റ്റോറി മെയ്ഡ് us cry, അവളുടെ കഥ കേട്ട് ഞങ്ങൾ കരഞ്ഞുപോയി. അപ്പൊ വ്യക്തികൾ തന്നെ ആവുന്നില്ല, അതല്ലാത്തതും ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരാം. ഇങ്ങനെയൊക്കെയാണ് മേക്ക് ഉപയോഗിക്കുക. അപ്പം മേക്ക്
ഫോഴ്സ് ടു ഡു, കോസ് ടു ഡു. ചെയ്യാൻ പ്രേരിപ്പിക്കുക, ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ കാരണമായി തീരുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ഈ വാക്കുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടൊന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.